ആകാശവാണി വാർത്താ വീക്ഷണം. തെരുവുനായ ആക്രമണം, ആശങ്കകളും പ്രതിവിധിയും. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കേരളത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ വീണ്ടും ആശങ്കയുണർത്തുന്നു. സംസ്ഥാനത്ത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ രൂക്ഷമാണ് തെരുവുനായ ശല്യം. നിരത്തുകൾ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങൾ നായകളുടെ വിഹാര കേന്ദ്രമാകുന്നു. ചെന്നായ്ക്കളെപ്പോലെ സംഘം ചേർന്നുള്ള തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർക്ക് മാരകമായ മുറിവേൽക്കുകയുണ്ടായി. ചിലർക്ക് ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് കേരളം ഏറെ മുന്നോട്ടു പോയിട്ടുണ്ടെങ്കിലും തെരുവുനായ്ക്കളുടെ വർധനയും പേവിഷബാധ നിയന്ത്രണവും പൊതുജനാരോഗ്യ രംഗത്ത് കടുത്ത വെല്ലുവിളികളായി തുടരുന്നു. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, പാർക്കുകൾ, ആശുപത്രി പരിസരങ്ങൾ, വാഹന പാർക്കിംഗ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ എല്ലാം തെരുവുനായ്ക്കളുടെ സാന്നിധ്യമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണം വ്യാപകമായത്. പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷവും രോഗബാധ ഉണ്ടായ സമീപകാല സംഭവങ്ങൾ മൂലം പേവിഷ ഭീതിയും വർദ്ധിച്ചു. തിരുവനന്തപുരത്ത് കൊല്ലം സ്വദേശിയായ 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ചതോടെ തെരുവുനായകളുടെ കാര്യത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിച്ച സംഭവം അസാധാരണ സ്ഥിതിവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അശ്രദ്ധ ആരുടെ ആയാലും മാപ്പർഹിക്കാത്ത കുറ്റമാണ്. മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉണ്ടാകാവുന്ന ഗുരുതരാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തിന്റെ അഭാവമാണ് ഈ വീഴ്ചയ്ക്ക് കാരണം. പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ ദൗർഭാഗ്യകരമായ തെരുവുനായ ആക്രമണങ്ങൾ സംസ്ഥാനത്തും പുറത്തും ചർച്ചയാവുകയും ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2024 സംസ്ഥാനത്ത് 3.16 ലക്ഷം പേർക്ക് നായയുടെ കടിയേറ്റതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പറയുന്നു. ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണം പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ തെരുവുനായകളിൽ നിന്ന് കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വേനൽക്കാലത്ത് ചൂടും ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ക്ഷാമവും നായകളുടെ അക്രമ സ്വഭാവം വർദ്ധിപ്പിക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തെരുവുകളിൽ അലയുന്ന നായക്കൂട്ടങ്ങൾ തനിയെ പോകുന്ന യാത്രക്കാരെയോ കുട്ടികളെയോ കടിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് മൃഗസംരക്ഷണ പ്രവർത്തകർ പറയുന്നത്. 2019 ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. ഇപ്പോൾ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ തെരുവുകളിൽ നായ്ക്കളുടെ എണ്ണം കൂടുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അലക്ഷ്യമായ ഭക്ഷ്യാവശിഷ്ട മാനേജ്മെന്റാണ് പ്രധാന പ്രശ്നം. മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ റോഡിൽ തള്ളുന്നതും വഴിയോര കടകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. പൊതുസ്ഥലത്ത് നായകൾക്ക് വളരെ എളുപ്പത്തിൽ ഭക്ഷണം കിട്ടുന്നത് നായകളുടെ വഴിയോരവാസത്തിന് കാരണമാകും. ഭക്ഷണം തേടിയിറങ്ങുന്ന നായ്ക്കൾ ചില സമയങ്ങളിൽ അപകടകാരികളായി മാറാറുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയാണ് ആക്രമണം കൂടുതലും. പാർക്കുകളിലും വാഹനങ്ങൾക്ക് സമീപവും കറങ്ങി നടക്കുന്ന നായ്ക്കൾ പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ റോഡിലേക്കിറങ്ങി പ്രശ്നമുണ്ടാക്കുന്നതായാണ് കാണപ്പെടുന്നത്. കാൽനട യാത്രക്കാരെയും ഇരുചക്ര വാഹനക്കാരെയുമാണ് കൂടുതൽ ആക്രമിക്കുന്നത്. നായ കുറുകെ ചാടി ഉണ്ടാകാവുന്ന വാഹനാപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. കടപ്പുറമാണ് തെരുവുനായ്ക്കളുടെ മറ്റൊരു വിഹാര കേന്ദ്രം. ഇവ സംഘമായി പിന്തുടർന്ന് ആക്രമിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പേവിഷബാധ തടയുന്നതിനുള്ള ലളിതമായ മാർഗമാണ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ. സമയബന്ധിതമായ വൈദ്യചികിത്സയിലൂടെ മനുഷ്യരിലെ റാബിസ് മരണങ്ങൾ 100% തടയാനാകും. പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് നായ്ക്കളുടെ വന്ധ്യംകരണമാണ് ഉചിതമായ മാർഗം. വീടുകളിൽ വളർത്തുന്ന നായകൾക്കും യഥാസമയം വാക്സിനേഷൻ എടുക്കണം. അവ അസാധാരണമായ രീതിയിൽ ആക്രമണ സ്വഭാവം കാണിക്കുകയോ അവയിൽ നിന്ന് ദേഹോപദ്രവം ഏൽക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ നിരീക്ഷണ വിധേയമാകുകയും ആക്രമണത്തിനിരയായ വ്യക്തിക്ക് ചികിത്സ നൽകുകയും വേണം. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനും ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നിരവധി നടപടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെങ്കിലും നായശല്യത്തിന് അത് ശാശ്വത പരിഹാരമാകുന്നില്ല. നായ്ക്കളുടെ വന്ധ്യംകരണവും വാക്സിനേഷനുമാണ് കൂടുതൽ അഭികാമ്യമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. 2023 ജൂണിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ വേൾഡ് വൈഡ് വെറ്ററിനറി സർവീസസുമായി സാങ്കേതിക പിന്തുണയ്ക്കായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. നായ്ക്കളെ പിടിക്കുന്നവർക്കും വാക്സിൻ നൽകുന്നവർക്കും പരിശീലനം നൽകുന്ന വാക്സിനേഷൻ ഡ്രൈവുകൾക്കായുള്ള ശേഷി വർദ്ധിപ്പിക്കലായിരുന്നു ലക്ഷ്യം.
സംസ്ഥാനത്ത് തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് മൃഗജനന നിയന്ത്രണ പരിപാടി നടപ്പിലാക്കുന്നു. ആരോഗ്യ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി വാക്സിനേഷൻ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വാക്സിനേഷൻ സംരംഭങ്ങളുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 15,767 തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണവും 88,744 തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷനും നടത്തിയതായി റിപ്പോർട്ടിലുണ്ട്. നായയുടെ കടിയേറ്റവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി 12,000-ഓളം പേർക്ക് കൌൺസിലിംഗ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള ആശുപത്രികളിൽ പ്രതിവർഷം ഏകദേശം 130 മുതൽ 210 വരെ പേവിഷബാധ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് കണക്ക്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റാബീസ് മരണങ്ങളിൽ ഏകദേശം 60% 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ്. കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം പലപ്പോഴും തിരിച്ചറിയപ്പെടുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യാറില്ലെന്നതാണ് കാരണം. ഇരകളിൽ ഭൂരിഭാഗവും റാബീസ് വാക്സിനേഷൻ എടുക്കാത്തവരും ചിലർ നിശ്ചിത ഡോസ് പൂർത്തിയാക്കാത്തവരുമാണ്. സമയബന്ധിതവും ഉചിതവുമായ ചികിത്സയിലൂടെ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ പൂർണ്ണമായും തടയാൻ കഴിയും. 2030 രാജ്യത്ത് നായ്ക്കൾ മൂലമുണ്ടാകുന്ന പേവിഷബാധയിൽ നിന്നുള്ള മരണങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പേവിഷബാധ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ദേശീയ റാബീസ് നിയന്ത്രണ പരിപാടി നടപ്പാക്കുന്നുണ്ട്. നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് 2023 മൃഗജനന നിയന്ത്രണ നിയമങ്ങൾ ABC പ്രോഗ്രാം ഫലപ്രദമായി നടപ്പിലാക്കാനും കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തരവാദിത്ത മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും നായ്ക്കളുടെ കടി ഒഴിവാക്കുന്നതിനെക്കുറിച്ചും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തണം. കടി കിട്ടിയാൽ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് നന്നായി കഴുകുക. ആന്റിസെപ്റ്റിക് പുരട്ടുക. കാലതാമസം കൂടാതെ വൈദ്യസഹായം തേടുക. ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകണം. സ്കൂൾ പരിസരങ്ങളിൽ തെരുവ് നായകൾ അലഞ്ഞു നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. തെരുവ് മൃഗങ്ങളിൽ നിന്നാണെങ്കിൽ കടിക്കുന്ന മൃഗത്തെ 10 ദിവസത്തേക്ക് നിരീക്ഷിക്കുകയും വാക്സിനേഷൻ ഷെഡ്യൂൾ കർശനമായി പാലിക്കുകയും ചെയ്യുന്നത് ജീവൻ രക്ഷിക്കും. നാഷണൽ റാബീസ് കൺട്രോൾ പ്രോഗ്രാം വഴി റാബീസിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും rabiesfree.india.mohfw.gov.in സന്ദർശിക്കാം. വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണവും അതുമായി ബന്ധപ്പെട്ട പൊതുജന ആശങ്കകളും കേരളം നേരിടുമ്പോൾ സന്തുലിതവും മാനുഷികവുമായ ഒരു സമീപനം അനിവാര്യമാണെന്ന് വ്യക്തമാണ്. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ശക്തിപ്പെടുത്തുക, വാക്സിനേഷനുകൾ വർദ്ധിപ്പിക്കുക, മൃഗങ്ങളുടെ ജനന നിയന്ത്രണ പരിപാടികളെ പിന്തുണയ്ക്കുക, സർക്കാർ ഏജൻസികൾ, പൊതുജനങ്ങൾ എന്നിവ തമ്മിലുള്ള കൂടുതൽ സഹകരണം വളർത്തിയെടുക്കുക എന്നിവ പ്രശ്നം ഫലപ്രദമായി പരിഹരിക്കുന്നതിന് പ്രധാനമാണ്. പ്രതിബദ്ധതയും ഏകോപിത നടപടികളുമുണ്ടെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിന് നീങ്ങാൻ കഴിയും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.